ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ റെഡി ഫോർ ലവിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സിയ വന്നിട്ട് ആ പോസ്റ്റെല്ലാം കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ വന്നിട്ട് ഓൾറെഡി നമ്മുടെ ആ മറ്റേ മോഡൽ പെണ്ണ് വോമിറ്റ് ചെയ്യുന്നത് 2 ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്ത് പോയില്ലായിരുന്നോ. അവരത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ആകെ വന്ന് നമ്മുടെ ആ മോഡൽ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്നും ടാങ്കാരനാണ് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസിൻ്റെ അടിയിലാണെങ്കിൽ നമ്മുടെ സിയെ വളരെയധികം നാണം കെടുത്തുന്ന പോലെ കമൻസ്. അപ്പോൾ സിയ ആലോചിക്കുവാണ്, ഞാൻ അവനെ ഒരു വട്ടം കൂടി വിശ്വസിക്കാനുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു, പക്ഷേ ഇതും കൂടി ആയപ്പോൾ ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവനെയൊക്കെ വിശ്വസിച്ച സമയത്തേ എന്നെയൊക്കെ ഞാൻ ചെരുപ്പ് കൊണ്ട് അടിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ടാങ് വന്നിട്ട് ഇവളെ ചീറ്റ് ചെയ്തിട്ട് മോഡൽ പെണ്ണ് ശരിക്കും പ്രഗ്നൻ്റ് ആണെന്നാണ് സിയും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഇതേ സമയം കാണിക്കുകയാണ് ടാങ് ആണെങ്കിൽ PR മാനേജർ കൊണ്ടുവന്നിട്ട് പറയുവാണ്, സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോസ് എല്ലാം ലീക്കായിട്ടുള്ള സോഴ്സ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം വന്ന് ഒരു സെയിം ഫോട്ടോഗ്രാഫറാണ് ഇതെല്ലാം വന്നിട്ട് ലീക്ക് ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് ടാങ്ക് പറഞ്ഞിട്ട് കാര്യം ചെയ്യും, അയാളുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, ഞാൻ അയാളായിട്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സിയെ വന്നിട്ട് നമ്മുടെ ബിന്നി വരുന്ന സമയത്ത് പറഞ്ഞു കാണാം, ഞാൻ വന്നിട്ട് ടാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന്. മാത്രമല്ല ബിന്നാണെങ്കിൽ അവളെ കയറിയിരുത്തി ആശ്വസിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ആകെ മൊത്തം കുടിച്ച് ബോധമില്ലാതിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബോധമില്ലാത്ത സമയത്ത് അവൾ പറയുവാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റി, ഞാൻ അവനെ സ്നേഹിക്കരുതായിരുന്നു, ആഫ്റ്റർ ഓൾ ഇതൊരു കോൺട്രാക്റ്റ് പ്രകാരമുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കരുതായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇവളാകെ സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങ് ഹാപ്പി ആയിട്ട് പിന്നെ അലക്കിച്ചേ ഞാനെന്താ ഇത്രയ്ക്ക് അങ്ങ് കടന്ന് ചിന്തിക്കാഞ്ഞ്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഫോട്ടോസ് ലീക്ക് ആയതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവർ എൻഗേജ്മെൻറ്റിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഇതൊരു കോൺട്രാക്റ്റ് പ്രകാരമുള്ള റിലേഷൻഷിപ്പ് ഞാൻ അന്നേ ചിന്തിക്കേണ്ടായിരുന്നു, ഞാൻ അതൊരു സ്റ്റുപ്പിഡാണെന്നും ബിന്നു ആലോചിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ടാങ് പറഞ്ഞ പോലെ തന്നെ ആ ഫോട്ടോഗ്രാഫറായിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ പറയണം ഇതെല്ലാം വന്ന് കോയിൻസിഡൻ്റ് ആയിട്ട് നടന്നതാണ്. അപ്പോൾ എടുത്തോണ്ട് ടാങ് ചോദിക്കുകയാണ്, ഓക്കെ നീ അന്ന് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഫോട്ടോ എടുത്ത് കോയിൻസിഡൻസ്, പക്ഷെ ഞങ്ങൾ ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ കയറുന്നതൊക്കെ നിൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കോയിൻസിഡൻസ് ആണെന്ന് മാത്രം മോനെ പറയല്ലേ എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് ഫോട്ടോഗ്രാഫറിന് വേറെ വഴിയില്ലാതെ ഉള്ള കാര്യം പറയുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മോഡൽ പെണ്ണ് പറഞ്ഞിട്ടാണ് ഇവൻ എല്ലായിടത്തും വന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളത്. മാത്രമല്ല സിയയ്ക്ക് ഇങ്ങനെ ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് വന്നില്ലേ, അത് നമ്മുടെ മോഡൽ പെണ്ണ് ഏൽപ്പിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് ഏൽപ്പിച്ചായിരുന്നു, അവർ ചെയ്തിട്ടുള്ള പണിയാണെന്നും എല്ലാം വന്ന് മോഡൽ പെണ്ണിൻ്റെ പ്ലാനാന്നുള്ള കാര്യമെല്ലാം തന്നെ നമ്മൾ ടാങ്ങിൻ്റെ അടുത്ത് പറയാം. പിന്നെ വേറെ കാര്യം പറയണല്ലോ, ടാങ്ക് പിന്നെ വെറുതെ ഇരിക്കുമോ. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ബിന്നാണെങ്കിൽ കുറേ ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് സിയയ്ക്ക് ഇച്ചിരി ബോധമൊക്കെ വന്നിട്ടോ, കുടിച്ചതിൻ്റെ ആ ഒരു കെട്ടെല്ലാം വിട്ടുപോയി. അവിടെ ഫുഡെല്ലാം കൊടുത്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ബിന്ന് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ചതിൻ്റെ സ്പൂണൊക്കെ ഇല്ല, ഇവൾ കഴിച്ച സ്പൂണൊക്കെ വന്നിട്ട് ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം, വേറെ ഒന്നുമില്ല DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ സ്പൂണെല്ലാം കൊടുത്തു വിടണം. അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അവനിങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി റിയ എന്നൊരു പെങ്കൊച്ച്, ആ പെങ്കൊച്ചിൻ്റെ അനിയത്തിയാണോ സിയാന്ന് അറിയണം, അതിന് വേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. ഇതേ സമയം ടാങ്ക് വന്നിട്ട് മോഡൽ പെണ്ണിനെ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് മോൾ പെണ്ണാണെങ്കിൽ ആകെ അവളുടെ അഭിനയം അങ്ങ് തുടങ്ങും കേട്ടോ. പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ മീഡിയക്കാരുടെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ടാങ്, അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചു നമ്മുടെ കമ്പനിക്കൊരു ഹൈപ്പ് ആയിക്കോട്ടെ, നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം നല്ല വൃത്തിക്ക് വരുമല്ലായിരുന്നോ, അതാ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അഭിനയിക്കാൻ അങ്ങോട്ട് ടാങ് പറയാം, മതി നിൻ്റെ അഭിനയം നിർത്തുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ സംസാരിച്ചെല്ലാം വന്ന് ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ച് കാണും, അതങ്ങ് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ മോഡൽ പെണ്ണിനൊന്നും പറയാൻ പറ്റില്ല. മോഡൽ പെണ്ണ് പറയാണ്, ഞാൻ വന്ന് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറിയത് തന്നെ പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് പറയണേ. ആക്ച്വലി അന്ന് ഒരു ഫ്രണ്ട്, ഒരു ചെറുക്കൻ ഇവൻ എപ്പോഴും രക്ഷിക്കുകയൊക്കെ ചെയ്തില്ലായിരുന്നു, ആ ചെറുക്കൻ വന്നിട്ട് സർജറി ചെയ്തിട്ട് പെണ്ണായി മാറിയിട്ടുള്ളതാണ് ഈ മോഡൽ പെണ്ണ് എന്നുള്ള കാര്യവും. മാത്രമല്ല അവൾ വന്ന് ഇവന് വേണ്ടിയാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തതെന്നും, നിൻ്റെ ഒരു ലെവലിലെത്താതെ ഞാൻ എങ്ങനെ നിൻ്റെ മുന്നിലേക്ക് വരുന്നതെന്നൊക്കെ മോഡൽ പെണ്ണ് പറയണം. അപ്പോൾ ടാങ് പറയുവാണേ, അല്ല നീ ഇതൊക്കെ വിചാരിച്ച് നീ നിൻ്റെ ലൈഫിനെ നശിപ്പിച്ച് കളയേണ്ട ഒരു കാര്യമില്ലായിരുന്നു, പിന്നെ നീ എന്നും എനിക്കൊരു നല്ല ഫ്രണ്ടായിരുന്നു, ആ രീതിക്ക് തന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നു. അപ്പോൾ അടുത്തുള്ള മോഡൽ പെണ്ണ് പറയണേ, ഒരു പക്ഷേ സിയെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ടാങ് പറയാം, നീ എന്തൊക്കെ വൃത്തികേടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സിയെ എന്ന് പറഞ്ഞ് ഞാൻ അവൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എന്നും ഒരു ഫ്രണ്ടായിട്ടേ കാണുള്ളൂ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ കാണാൻ പോകുന്നുള്ളൂ, അതിലൊരു മാറ്റവും വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് ആ മോഡൽ പെണ്ണും കൺവീൻസ് ആവും കേട്ടോ. അപ്പോൾ അവൾ പറയും, ഇനി ഞാൻ നിൻ്റെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടിനായിട്ട് വരത്തില്ല. ടാങ്ക് പറയുകയാണ്, ഇനി എന്തുവരും നീ എൻ്റെ കമ്പനിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല, സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നങ്ങൾ നീ ആയിട്ടല്ലോ ഉണ്ടാക്കി, എല്ലാത്തിനും നീ തന്നെ അതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ, ഇതിൽ ഞാൻ ഇനി തലയിടാൻ വരത്തില്ല എന്ന് പറയും. മോൾ പെണ്ണ് പറയാണ്, ഞാൻ ചെയ്തതിൻ്റെ അത്രയും സോറി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇനി അതിന് അർത്ഥമില്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മോൾ പെണ്ണ് അവളെ തെറ്റുകളെല്ലാം മനസ്സിലായി അവൾ അങ്ങ് നന്നാവുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുവാണ് ഇവൻ ഓഫീസിൽ ചെന്നിരിക്കും. ഇപ്പോൾ ഓൾറെഡി ടാങ്കിന് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് മോൾ പെണ്ണിൻ്റെ കാര്യങ്ങളും മനസ്സൊക്കെ ഓക്കെ ആയില്ലേ. അപ്പോൾ എന്നിട്ട് PR മാനേജർ വന്നിട്ട് ഒരു പോസ്റ്റ് കാണിക്കുക, വേറെ ഒന്നുമല്ല, ഈ മോൾ പെണ്ണ് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവള് തന്നെയാണ് ഇത് ചെയ്തതെന്നും ഇവള് തന്നെ ആൾക്കാരെ വെച്ചാണ് ഇങ്ങനെ കമൻസ് ഇട്ടതെന്നും ഇവളായിട്ട് തന്നെയാണ് ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുപ്പിച്ചെന്നുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ട് PR മാനേജർ വന്നിട്ട് നമ്മുടെ ടാങ്കിന് കാണിക്കുക. അപ്പോൾ ടാങ്ക് ഭയങ്കര ഹാപ്പിയോ. ടാങ്ക് പറയാം എന്നാൽ ശരി, ഇത്ര എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തു, എൻ്റെ സിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞാൻ മാറ്റി, ഇനി എനിക്ക് സിയെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ സി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വേറെ ഒന്നുമല്ല, അവളും ഈ ഒരു പോസ്റ്റ് എല്ലാം കണ്ടിട്ട് ഓക്കെ ഇനിയിപ്പോൾ ടാങ്കിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ടാങ്ക് ആണെങ്കിൽ ഓൾറെഡി മീഡിയക്കാർ കണ്ട പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവനൊരു മാസ്കും വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സിയയ്ക്ക് ഇവനെ കാണുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് സിയെ മൈൻഡ് ചെയ്യാതെങ്ങ് വരും കേട്ടോ. അപ്പോൾ ടാങ്ക് ഓടി വന്നുള്ള കയ്യും പിടിച്ചിട്ട് എന്നെ മനസ്സിലായില്ലോടി എന്ന് എനിക്കെന്ന് ചോദിക്കുന്ന സമയത്ത് ആരാ എനിക്ക് മനസ്സിലായില്ലോ എന്ന് സിയും ചിരിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ മാസ്ക് എല്ലാം മാറ്റിയിട്ട് ഇവള് കിസ് ചെയ്യാൻ പോവുക. ആ സമയത്ത് കറക്റ്റ് മീഡിയക്കാർ ഇത് കണ്ടിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ ഓടി വരുന്ന സമയത്ത് ഇവർ രണ്ടും കൈ പിടിച്ച് ഓടിപ്പോയിട്ട് നമ്മുടെ ടാങ്കിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോകാം കേട്ടോ. ടാങ്കിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ടാങ്ക് വന്ന് ഇവൾക്ക് റിങ് കൊടുത്തിട്ട് പ്രൊപ്പോസ് ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലോ ഓൾറെഡി, ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി റിങ് കൊടുത്ത് പ്രൊപ്പോസ് ചെയ്യുന്നു. ആ റിങ് ആണെങ്കിൽ നല്ല വലിയ കല്ലൊക്കെ വെച്ചിട്ടുള്ള റിങ്. അന്ന് അവൾ ഓൾറെഡി പറഞ്ഞു കാണുമല്ലോ, നിങ്ങൾ ഇത്രയും കാശുണ്ടായിട്ട് നിങ്ങൾ എന്താ എനിക്ക് വളരെ ചെറിയൊരു റിങ് വാങ്ങിച്ചുകൊണ്ടെന്ന് തന്നേന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അവൻ വലിയ റിങ് പ്രൊപ്പോസ് ചെയ്ത് അവളെ കയറി കിസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കാര്യം സോൾവ് ചെയ്ത് നമ്മുടെ സിയും ടാങ്ങും ഒന്നായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നി വന്നിട്ട് ടാങ്ങിനെ കാണാൻ വന്നേക്കുക. എന്നിട്ട് പറയുവാണ്, നിനക്ക് എന്തുവായാലും സിയ വന്നിട്ട് ആ ഒരു വീട്ടുകാരുടെ സിയുടെ വീട്ടുകാരുടെ ബ്ലഡ് റിലേഷൻ അല്ല എന്നുള്ള കാര്യം നീ അറിയാതിരിക്കാൻ വഴിയില്ല. നീ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അത് നിനക്കറിയാം. പക്ഷെ നീ എന്താ സിയുടെ അടുത്ത് ആ കാര്യം പറയാത്തെ? നിനക്ക് മാത്രമല്ല സിയെ വന്നിട്ട് ഈ റിയ എന്ന് പറയുന്നത് ഭയങ്കര പൈസയുള്ള വലിയൊരു ബിസിനസ് ഫാമിലിയുള്ള മോളാണ്. അപ്പോൾ നമ്മുടെ സിയും ആ ഒരു കുടുംബത്തിൽ നിലനിന്നേ. നീ സിയുടെ പണത്തിന് വേണ്ടിയാണോ അതോ സിയയ്ക്ക് വേണ്ടി തന്നെയാണോ സിയെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടാങ്ക് ഒന്നും പറയുന്നില്ല കേട്ടോ. മാത്രമല്ല നമ്മുടെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ചെവി വന്ന് പറയണം, എന്തുവായാലും നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പ് അല്ലേ, അത് തീരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയണം. ഈ സീനോട് കൂടിയാണ് റെഡി ഫോർ ലവിൻ്റെ സീസൺ 1 കംപ്ലീറ്റ് ആവുന്നത്. സീസൺ 2 ഇതുവരെ റിലീസായിട്ടില്ല. റിലീസാവുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നമ്മളത് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അതുവരയ്ക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.